നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 9-ാം ഭാവാധിപൻ വിവിധ ഭാഗങ്ങളിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, ശ്ലോകങ്ങളോടെ ചേർത്ത് ഡിസ്കസ് ചെയ്തു. 9-ാം ഭാവമായതുകൊണ്ടാണ് ഞാനതിനെ കുറച്ച് ഒരു ദൈവീകമായിട്ടും കുറച്ച് ഭക്തിയും സുഹൃതം ഉണ്ടാവുന്ന കാര്യങ്ങളും ദൂരയാത്രകളെക്കുറിച്ചുമൊക്കെ ഉള്ളൊരു ഭാവമല്ലേ. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒക്കെ ഡിസ്കസ് ചെയ്ത് തന്നെ പോവാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് ഭാഗ്യേശൻ 5-ാം ഭാവം വരെയുള്ളതാണ്. 5-ാം ഭാവത്തിലേക്ക് കയറാൻ നേരത്താണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമുക്കത് തുടരാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോസിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത്. പലതരത്തിലുള്ള തിരക്കുകളുടെ പോലും നമ്മൾ വീണ്ടും ഈ വീഡിയോസ് ഒരുപാട് പ്രഷറുണ്ട് പലതരത്തിലും. സാധാരണ മനുഷ്യരെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ കൂടുതലായിട്ട് ചെയ്യും, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് പേര് പല ആചാര്യന്മാരുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ ഈ അസ്ട്രോളജി ക്ലാസ് തന്നെ എടുക്കുന്നതിൻ്റെ കാര്യം എനിക്കറിയാം, വ്യൂവേഴ്സ് കുറവായിരിക്കും, ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രമേ ഇത് കാണത്തുള്ളൂ എന്നൊക്കെ അറിയാം. എന്നിരുന്നാൽ പോലും ഞാനത് വീണ്ടും ചെയ്യുന്നത് ഈ ശാസ്ത്രത്തോടും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കാലത്ത് ഞാൻ ഒരുപാട് അന്വേഷിച്ചതാണിത്. ഇന്ന് പഠിക്കാൻ ഒരുപാട് പാടുപെടുകയും ഇത് ആൾക്കാർ പറഞ്ഞു തരികയും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഡെയിലി പോയി പഠിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ വരികയൊക്കെ ചെയ്തത് കൊണ്ടാണ് അന്ന് ഇത്രയും ഇൻ്റർനെറ്റും ഓൺലൈൻ ക്ലാസ്സുകളൊന്നും അന്ന് അത്ര അവൈലബിൾ അല്ല. അപ്പോൾ ആ ഒരു വിഷമം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടും, പക്ഷെ ഞാൻ അതിനുശേഷം കുറേ അലഞ്ഞു, കഷ്ടപ്പെട്ടു, പഠിച്ചു, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് പഠിക്കാൻ കൂടുതൽ. എൻജിനീയറിംഗ് ഒന്നും പഠിക്കാൻ ഇത്രയും പാടൊന്നുമില്ല, വളരെ ലളിതമാണ്. അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോലി ചെയ്യുന്ന അതിനെക്കുറിച്ച് പഠിക്കാനും സർട്ടിഫിക്കേഷൻസ് എടുക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. അസ്ട്രോളജി പഠിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് ഏറ്റവും ലളിതമായിട്ടിത് പഠിച്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവതരിപ്പിക്കാനും വലിയ പാടാണ്. കാരണം ഇതിങ്ങനെ കിടക്കുക, അത് ഓരോ വ്യക്തികൾ ഓരോ രീതിയിലായതുകൊണ്ട് ഒരു വിഷയത്തെ പല ഡയമെൻഷനിൽ കാണാൻ, മൾട്ടി ഡയമെൻഷനിൽ കാണാൻ പഠിക്കുക എന്നുള്ള. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ലോജിക്കലി പ്രൂവ് ചെയ്തെടുക്കാനും നമുക്ക് പറ്റില്ല, അത് മനസ്സിലാക്കേണ്ടതാണ്. എക്സ്പീരിയൻഷ്യലാണ്, എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം മനസ്സിലാവുന്നതാണ് ആ മെച്യൂരിറ്റി വരുന്നത്, വേറെ ആൾക്കാർ പറയുന്നത് കൊണ്ടല്ലത്. അത് ഓരോ മേഖലയിലുള്ളവർക്കും അത് അറിയാം. കുറച്ച് പ്രായമാകുമ്പം ജീവിതത്തെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് ശരിക്കും ആത്മാർത്ഥമായിട്ട് സമീപിച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിഷ് നോളജ് അല്ല കേട്ടോ, ബുക്കിഷ് നോളജ് കൊണ്ട് അത് വെച്ച് തർക്കിക്കുന്നവരെ കണ്ടാൽ നമുക്കറിയാം. അതേസമയത്ത് ഇപ്പം നിരീശ്വരവാദമാണെങ്കിൽ പോലും അത് ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുന്നവരെ കണ്ടാലും നമുക്കറിയാം. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കതിൻ്റെ കഴിവുണ്ട്, ഒബ്സർവ് ചെയ്താൽ മതി കുറേ കാലം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോസ് വീണ്ടും ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം 9-ാം ഭാവാധിപൻ 5-ൽ നിന്നാലുള്ള ഫലത്തെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും പഠിക്കണം കേട്ടോ. പഠിക്കും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. കാരണം ഇത് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യവും അതുപോലെ തന്നെ പലരുടെയും കാര്യങ്ങൾ മനസ്സിലാവുകയും ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് കുറച്ച് ദൈവാധീനമുള്ളവർക്ക് അസ്ട്രോളജി പഠിക്കാൻ തോന്നത്തുള്ളൂ. വ്യാഴത്തിനൊക്കെ ബലം വേണം, കുറച്ച് ദൈവാധീനം വേണം. ഇപ്പോൾ അസ്ട്രോളജി അങ്ങ് പ്രൊഫഷനായിട്ട് മൊത്തവും പഠിച്ചില്ലെങ്കിൽ പോലും ചില ആൾക്കാർ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഉള്ളിൽ ആ ഒരു സ്പിരിച്വൽ ഇൻക്ലിനേഷൻ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ, ഉള്ളിൽ ആ ഒരു സ്പാർക്കുള്ള ഒരാൾക്ക് മാത്രമേ ഇത് കേട്ടുകൊണ്ടിരിക്കാനും തോന്നത്തുള്ളൂ. അങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് പേരിൽ
ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതിസന്ധികൾ വരുന്നു, എന്തുകൊണ്ടാണിത് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കൊണ്ട്. അത് ആ ഒരു ഗുണം പിന്നീട് അവരെ ആ ഒരു മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും അവർ കരകയറി പോയിട്ടുമുണ്ട്. എന്നെ വിളിച്ചങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുമുണ്ട്. ആ ഒരു അങ്ങയുടെ വീഡിയോസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. ചിലവർ പറയുന്നത് എനിക്കിങ്ങനെയൊക്കെ ജീവിതാനുഭവങ്ങൾ എന്തുകൊണ്ടുണ്ടായി, ഞാൻ ഈ ജന്മത്തിൽ അറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി എന്ന്. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത്, സാർ ഞാൻ ഇത്രയും ദേഷ്യമുള്ള ആളാണ്, അതുകൊണ്ട് ചൊവ്വ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെ ദേഷ്യം വന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എത്ര ശ്രമിച്ചിട്ടും എനിക്കത് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അത് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന പ്രാർത്ഥനകളും ഞാൻ പളനിയിൽ പോയി തുടങ്ങി, ഞാൻ ഭഗവതിയെ ആശ്രയിച്ച് തുടങ്ങി എന്നൊക്കെ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്രയോ മനുഷ്യർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും ആ ഒരു സ്പിരിച്വലി കുറച്ചൊരു ദൈവാംശം ഉള്ളിൽ ആ ജന്മത്തിൽ ആ ഒരു ദൈവാനുഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. അതുതന്നെയല്ല, എൻ്റെ ലഗ്നാധിപൻ നിൽക്കുന്ന 5-ലാണ്. അപ്പോൾ 9-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്ന ഫലം വരുമ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഭാഗ്യേശി എന്ന് പറഞ്ഞാൽ ഭാഗ്യേശൻ, അതായത് 9-ാം ഭാവാധിപൻ പഞ്ചമത്തിൽ നിന്നാൽ ദേവേ ഗുരുഭക്ത ശുഭാശയ. ഭാഗ്യേശൻ 5-ാം ഭാവത്തിൽ നിന്നാൽ അതായത് ഈശ്വരനിലും ഗുരുവിലും ഭക്തനായിരിക്കും. ശുഭാശയ ശുദ്ധമനസ്കനായിരിക്കും. വപുഷ സുന്ദരോ വാഗ്മി. വപുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ശരീരപ്രകൃതിയും, വാഗ്മി മികച്ച വാക്ചാതുര്യമുള്ളവനും, കന്യാപുത്ര കുടുംബക നല്ല മക്കളും കുടുംബസുഖവും ഒക്കെ ഉള്ളവനുമായിരിക്കും എന്നുള്ളതാണ്. ഭാഗ്യേശൻ 5-ൽ നിന്നാൽ ഇതൊരു ലക്ഷ്മി യോഗമാണ് കേട്ടോ. ത്രികോണാധിപൻ 9-ാം ഭാവാധിപൻ 5-ലും 5-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. അത് ഭാവത്തിൻ്റെ 9-ാം ഭാവമാണ്. 9-ാം ഭാവത്തിൻ്റെ 9-ാം ഭാവമാണ് 5. 5-ാം ഭാവത്തിൻ്റെ 5-ാം ഭാവമാണ് 9. 5, 6, 7, 8, 9. ഭാവചിന്തയിലും വെച്ചിട്ട് ആധുനികരായിട്ടുള്ള ഒരുപാട് അസ്ട്രോളജേഴ്സിൻ്റെ ഗവേഷണ പുസ്തകങ്ങളിലും ഇവർക്ക് മക്കൾ ജനിച്ച ശേഷം ജീവിതത്തിൽ വലിയ ഭാഗ്യോദയവും സാമ്പത്തിക ഉയർച്ചയും ക്രിയേറ്റീവ് ഫീൽഡുകളിലും അല്ലെങ്കിൽ അവരുടെ ജോലിയിലും ചുറ്റുപാടുകളിലുമൊക്കെ വലിയ ഉയർച്ചകളുണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. വ്യാഴവും കൂടി ബലവാനായിരിക്കണം കേട്ടോ. അങ്ങനെ നല്ല നിലയിലേക്ക്, നല്ല ഉയർച്ചയിലേക്ക് വരുന്ന ഒരു യോഗമാണ് ശരിക്കും 9-ാം ഭാവാധിപൻ 5-ൽ. പക്ഷേ കഷ്ടപ്പാടുകളുണ്ടാവും. ഈ ഉയർച്ചയിലേക്ക് എത്തുന്ന സമയത്ത് പൂർവജന്മ പുണ്യത്താൽ ഇവർക്ക് ഒരുപാട് സാഹചര്യങ്ങൾ തുറന്നു വരും. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത വൻ പുണ്യങ്ങളുടെ ഫലമായിട്ട് മന്ത്രസാധനകൾക്കോ ഈശ്വരോപാസനയിലേക്കോ ഗുരു പഠിപ്പിക്കുന്ന വിദ്യയിലേക്കോ ഒക്കെ ഇവർക്ക് എത്തിപ്പെടാം ഈ ജന്മവും കഴിഞ്ഞ ജന്മത്തിന് തുടർച്ചയായിട്ട്. ഈ ജന്മത്തിൽ ജന്മനാ തന്നെ ഉയർന്ന ബുദ്ധിശക്തിയും ഈശ്വരാനുഗ്രഹവും ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് അതിലേക്ക് പെടാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ജന്മം മറ്റുള്ളവരെ സഹായിക്കാനും സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്താനും അതുപോലെ തന്നെ ലഭിച്ച ജ്ഞാനം മറ്റുള്ളവർക്ക് നൽകിയില്ലെങ്കിൽ അത് ദോഷമായി വരികയും കുട്ടികൾക്ക് സൗജന്യം വിദ്യാഭ്യാസം നൽകാനും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ പഠിക്കുക. നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഈശ്വരീയ സാധനങ്ങൾക്ക് മാറ്റിവെക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്ത്. കുറേ കാലം കഴിയുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പം 9-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്നത് ഒരു ലക്ഷ്മി യോഗമാണ്, വലിയൊരു യോഗമാണ്. അപ്പം അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി 9-ാം ഭാവാധിപൻ 6-ൽ നിന്നാൽ എന്താണ് ഫലം എന്ന് നോക്കാം. 9-ാം ഭാവാധിപൻ രോഗഭാവത്തിൽ അല്ലെ ശത്രുഭാവത്തിൽ നിന്നാൽ ഭാഗ്യേശേ ശത്രുകയും
ശത്രു പ്രാണകർഷി, ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ ശത്രുക്കളെ ജയിക്കുന്നവൻ, അല്ലെങ്കിൽ തടസ്സങ്ങളെ ആയി നിൽക്കുന്ന ശത്രു, രോഗം, കടം ഇത്യാദി വിഷയങ്ങളെയൊക്കെ നല്ല വിൽ പവറോട് കൂടിയിട്ട് നേരിടുന്ന ആൾ എന്ന് പറയുന്നു. അധാർമിക, ചിലപ്പോൾ വളഞ്ഞ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവനാകാം. ക്രൂരമതിർ, നിഷ്ഠൂര വാക്ക്, ചിലപ്പോൾ ക്രൂരമായ ചിന്തകളും കഠിനമായ സംസാര ശൈലികളും കാരണം ജനങ്ങളിൽ നിന്ന് നിന്നയോ അപവാദങ്ങളോ കേൾക്കേണ്ടി വരാം എന്നുള്ളതാണ്. ഇത് പറയുമ്പം 9-ാം ഭാവാധിപൻ 6-ൽ വരുന്ന സമയത്തും 9-ാം ഭാവത്തിൽ ഏത് ഗ്രഹം നിൽക്കുന്നു എന്ന് നോക്കണം. 9-ാം ഭാവാധിപനായ ഗ്രഹം ഏത് ഗ്രഹമാണ്, ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് നോക്കണം. അതുപോലെ വ്യാഴം ബലവാനാണോ എന്ന് നോക്കണം. കാരണം ഭാഗ്യേശൻ 6-ൽ വരുന്നത് പൊതുവെ തടസ്സങ്ങളെയാണ് കാണിക്കുന്നത് കേട്ടോ. എന്നാൽ ആധുനിക ആയിട്ടുള്ള പല ആൾക്കാരും പറയുന്നത് ഈ പ്രതിസന്ധികളെ പോരാടി ജയിക്കുന്നവൻ ഫൈറ്റർ എന്നാണ്. പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒട്ടും സപ്പോർട്ടില്ലാത്ത വഴികളിലൂടെ മുന്നോട്ട് പോകും, ആരും കൂട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. നിയമം, ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ബാങ്കിങ്, മെഡിക്കൽ സർവീസുകൾ, സോഷ്യൽ വർക്ക് എന്നീ മേഖലകളിൽ ഇവർക്ക് വലിയ വിജയം ഉണ്ടാവാം. ശത്രുക്കൾക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇവരുടെ വിൽ പവർ കൊണ്ട് ഇവർ മുന്നോട്ട് പോകും എന്നൊക്കെയാണ്. എൻ്റെ 9-ാം ഭാവാധിപൻ 6-ലാണ്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈഫാണ്, ഡെയിലി റൊട്ടീൻ, ഡെയിലി ലൈഫൊക്കെ 6-ആണ്. അപ്പം ഭാഗ്യാധിപൻ 6-ൽ പോയതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഭാഗ്യക്കുറവുകൾ ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തതിന് ശേഷം എനിക്കുണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്. നല്ലൊരു അത്യാവശ്യം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വിദ്യാഭ്യാസം ചെയ്ത് ജോലിയൊക്കെ കിട്ടും പ്രതീക്ഷിച്ച് അങ്ങനെ പോവാൻ നിൽക്കുമ്പം വീട്ടുകാർക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ കാണും. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈശ്വരീയ വിഷയങ്ങളും ഇതിലേക്കൊക്കെ പോവുകയും എന്നാൽ ജോലി ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് ഒരു സമയമാകുമ്പോൾ നിർത്തി ഇതിനു വേണ്ടി ഇങ്ങനെ ശ്രമിച്ച സമയത്തും ഇതിനു വേണ്ടി അങ്ങ് ഇറങ്ങിത്തിരിഞ്ഞ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. വീട്ടിൽ നിന്ന് അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൊള്ളാം, നല്ലതാണ്. പക്ഷെ ഇതിന് ഒരു പരിധി കൂടുതലൊന്നും ഇതിനു വേണ്ടി പോകണ്ട. അത് സൊസൈറ്റിയിൽ നിന്നും ആ ഒരു വാല്യൂ വീട്ടിൽ നിന്ന് കിട്ടില്ല, സൊസൈറ്റിയിൽ നിന്ന് ആ വാല്യൂ കിട്ടില്ല. സൊസൈറ്റിയിലുള്ളവർക്കെല്ലാം ഒരു പുച്ഛവും ഒരിതായിരിക്കും. സുഹൃത്തുക്കൾ, അതുവരെ നമ്മളോടുണ്ടായിരുന്ന പല സുഹൃത്തുക്കളും നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോകും. അങ്ങനെ സാമ്പത്തികം കുറയുമ്പം അല്ല ഒരു വിഷയം വരുന്ന സമയത്ത് ഇത് പോകും. അത് തന്നെയല്ല, കൃത്യമായ ഒരു ജോലി, ആ ഒരു വൈറ്റ് കോളർ ജോബ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു എൻജിനീയറായിട്ടൊരു ജോലി കിട്ടിയ അതിനകത്ത് പോകുന്ന ആ ഒരു സ്റ്റൈലും ഇതുമൊന്നും ഇതിൽ കിട്ടാതെ വരുമ്പം എല്ലാവർക്കും നമ്മളോടൊരു അകൽച്ച വരും ഇതിൻ്റെ തുടക്കകാലത്ത്. അത് ആ 9-ാം ഭാവാധിപനറി പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെ അടുത്ത് എത്തിപ്പെട്ടപ്പം ഗുരുക്കന്മാരുടെ ഒരു സപ്പോർട്ട്. അതിനുശേഷം ഒരുപാട് ക്രൈസിസുകൾ, പ്രകൃതി ശരിക്കും നമ്മളെ ടൈറ്റ് ചെയ്യും, എല്ലാ തരത്തിലും ടൈറ്റ് ചെയ്യും. പക്ഷേ എൻ്റെ കാരഗ്രഹം 9-ാം ഭാവത്തിൻ്റെ കാരഗ്രഹം ഷഡ്ബലത്തിലും ഇഷ്ടബലത്തിലും അത് നിൽക്കുന്നതും അതീവ ബലപ്പെട്ടാണ്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളെ പ്രകൃതി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷെ എന്നാൽ പോലും 9-ാം ഭാവാധിപൻ 6-ൽ പോകുന്നൊരവസ്ഥ വരുമ്പം എന്ന് പറയുന്നത്, എനിക്ക് ട്രാവൽ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ ട്രാവൽ ചെയ്താൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ഈ അമ്പലങ്ങളെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ, മിക്ക യാത്രകളിലും ഒരു ഛർദ്ദിലുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരും. അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ മിക്കപ്പോഴും ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പോഴെല്ലാം ഈ ഒരു ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്നെ പല ആൾക്കാർക്കും വളരെ ഇഷ്ടമാണ്, ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെയൊക്കെ മക്കളെ എൻ്റെ അടുത്തുനിന്ന് പഠിച്ചു എൻ്റെ ഉപദേശം സ്വീകരിക്കാൻ പറയും, പക്ഷേ എന്നെപ്പോലെ ആകാൻ നിങ്ങൾ പറയുമോയെന്ന്. കാരണം മിക്ക ആൾക്കാരും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ പറയുക, നിങ്ങളുടെ മകളെ എന്നെപ്പോലൊരു ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ എന്നെപ്പോലെ ആവുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആ ബഹുമാനമുള്ള കണ്ണിൽ നമുക്ക് ആ ഹിപ്പോക്രസി കാണാം. ഇല്ല എന്ന് പറയാനും വയ്യ, എന്നാൽ ഇല്ല, ഇങ്ങനൊരു പേടി വരും. കാരണം എന്താ വെച്ചാൽ സൊസൈറ്റിയിൽ
അത്ര വലിയ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് കുഴപ്പമില്ല, സൗത്ത് ഇന്ത്യക്ക് അപ്പുറത്തേക്ക് വളരെ ബഹുമാനമാണ് ഇതിനൊക്കെ. പക്ഷെ കേരളത്തിൽ ഒരു ആളിങ്ങനെ വളർന്ന് ഒരു ഇതിലേക്ക് വരുന്നത് ഇപ്പം പലർക്കും നമ്മളോട് വളരെ ബഹുമാനമാണ്. പക്ഷെ അതിൽ സ്ട്രഗിൾ ചെയ്ത് ആ മേഖലയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഇത് ആൾക്കാർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. കേൾക്കുമ്പോൾ സ്പിരിച്വൽ കാര്യമാണ്, ഇങ്ങനെ കാര്യമാണെന്നൊക്കെ പറയുമെങ്കിലും അത്ര എളുപ്പമൊന്നും അല്ല അത്. ഇന്നും എന്നെ വിളിക്കുന്ന ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എത്രയോ കുട്ടികൾ പറയുന്നുണ്ട്, സാധന ചെയ്യുകയും ജ്യോതിഷം പഠിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ വീട്ടിലുള്ളവരങ്ങ് പുച്ഛമാണ് അവർക്ക്. അതാണ് വന്നിക്കണ്ട. പക്ഷെ എന്തിനാണ് നിന്ദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെയോ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും സയൻറ്റിഫിക്കലി വളർന്നിട്ടുള്ള കാലഘട്ടത്തിൽ ഇതിനകത്ത് ഈ സമയം കളയാൻ അങ്ങ് പുച്ഛമാണ്. ഡെയിലി അമ്പലത്തിൽ പോകുന്നവരോട്, നിത്യേന പ്രാർത്ഥിക്കുന്നവരോട്, ഇവരൊന്നും കഴിവില്ലാത്തവരും ഇതിനെയൊക്കെ എതിർത്തിട്ട് ആരൊക്കെയോ പറയുന്ന കാര്യങ്ങൾ അത് വിശ്വസിച്ച് അതൊക്കെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വായിച്ചാൽ അവരെല്ലാം മിടുക്കന്മാരും. അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, അത് അവരവരുടെ ഇഷ്ടങ്ങളാണ്. അതിലേക്ക് കയറുക എന്നുള്ളത് ദൈവ നിയോഗമാണ്. പ്രകൃതിയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ആലും വേണം. ഒരെണ്ണം മാത്രമാണെന്ന് പിടിക്കുന്നത് വാസ്തവത്തിൽ തീവ്രവാദമാണ്. ഇന്നയാൾ മാത്രം മതി ഇവിടെ, ബാക്കിയുള്ളവരൊന്നും വേണ്ട. സയൻറ്റിഫിക്കായിട്ടുള്ള ആൾക്കാർ മാത്രം മതി ഇവിടെ, ബാക്കിയുള്ളവരൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയക്കാർ മാത്രം മതി, ബാക്കിയുള്ളവരൊന്നും വേണ്ട. ഇന്ന മതക്കാർ മാത്രം മതി ഇവിടെ, ബാക്കി ആരും വേണ്ട എന്ന് വാദിക്കുന്നത് സാഹോദര്യമല്ല, സമത്വമല്ല. എല്ലാവരും വേണമെന്നേ, എല്ലാവരിലും നല്ലവരുണ്ടാവട്ടെ, എല്ലാവർക്കും അവരൊരാൾ കഴിയുന്നത് ചെയ്യട്ടെ, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാവണം, എല്ലാ തരം ആൾക്കാരും ഉണ്ടാവണം. ഫിസിക്സ് മാത്രം പോരാലോ, സൈക്കോളജിയും വേണം, കെമിസ്ട്രിയും വേണം, ബോട്ടണിയും വേണം, സുവോളജിയും വേണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വേണം. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ അത് മാത്രമാണ് ശരി, അതുകൊണ്ട് അത് മാത്രം മതി. അങ്ങനെയല്ല, ക്വാണ്ടം മെക്കാനിക്സും വേണം. അതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ എന്നാൽ പോലും അതും വേണം. എല്ലാം വേണം. എല്ലാം കൂടെ ഉള്ളപ്പോഴല്ലേ ഒരു സമാധാനം. ചില ആൾക്കാർക്ക് ചില കാലഘട്ടങ്ങളിൽ, ഒരു കാലഘട്ടത്തിൽ അസ്ട്രോളജിയൊക്കെ അറിയാവുന്നവർ അല്ലെങ്കിൽ പൂജ ചെയ്യുന്നവരോടൊക്കെ വലിയ ബഹുമാനമായിരുന്നു. ഇന്നതൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയാണ്. ഇതിങ്ങനെ മാറും. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ വിലയുള്ള പല ജോലികളും പിന്നീട് നാളെ ഉണ്ടാവണമെന്നില്ല, നാളെ ആ വില കിട്ടണം എന്നില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഇന്നലകളിൽ നല്ല വില ഉണ്ടായിരുന്ന പല ജോലികൾക്കും വില പോയില്ലേ. എക്കാലവും ഒരേപോലെ വില കിട്ടുന്നത് അധികാരങ്ങളുള്ള ജോലികൾക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അധികാരവർഗങ്ങളാണ് എന്നും മതവും ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്, അധികാരത്തിന് വേണ്ടിയിട്ട്. അത് നോക്കിയാൽ മതി. അത് നിങ്ങളത് ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് ഏത് മഹാഭാരതമായാലും രാമായണമായാലും ഏത് ഗ്രന്ഥം വായിച്ചാലും വ്യാസഭഗവാൻ നമ്മളോട് പറഞ്ഞു തരാൻ വെമ്പുന്നതും അതാണ്. മതത്തെ ഏത് കാലഘട്ടത്തിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഭരണാധികാരികളായിരുന്നു. അതാണ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ബൈൻഡിങ് ആണ്, ടു ബി ബൈൻഡാണ്, അത് ബൈൻഡ് ചെയ്യുന്നതാണ്. സ്പിരിച്വാലിറ്റി അതല്ല. സ്പിരിച്വാലിറ്റി സെൽഫായിട്ടുള്ള എക്സ്പ്ലോറിങ് ആണ്. മാനിഫെസ്റ്റഡ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന കോൺഷ്യസ്നെസ്സിൽ നിന്നും അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിലേക്കുള്ള നമ്മുടെ യാത്രയാണ്, ഒറ്റയ്ക്കുള്ള യാത്രയാണ്. അതിൽ പല റോളുകളും ഉണ്ടാകും. ഒരു കലാകാരൻ ഏതുപോലെയാണോ തൻ്റെ വിഭിന്നങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്, അതുപോലെയാണ് ഒരു ജീവിതത്തിൽ അച്ഛൻ, മകൻ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, കാമുകൻ, കാമുകി തുടങ്ങിയിട്ടുള്ള ഭക്തൻ, എല്ലാ റോളുകളും ജീവിതത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഈശ്വരനായിരിക്കുന്ന എൻ്റെ അംശത്തിൻ്റെ, എൻ്റെ സോളിൻ്റെ റിഫ്ലക്ഷനാണ് ഇതെല്ലാം. ഏതുപോലെയാണോ കണ്ണാടിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മുഖം കാണുന്നത്, നമ്മൾ ഒരു മകൻ്റെ ചിന്താധാരയിലൂടെ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ മകൻ എന്നുള്ളത് വരും. ഒരു കാമുകൻ്റെ ചിന്താധാരയിലൂടെ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു കാമുകൻ റിഫ്ലക്റ്റ് ചെയ്യും ആ കണ്ണാടിയിൽ. പക്ഷെ നമ്മളവിടുന്ന് മാറുമ്പോൾ കണ്ണാടിയിൽ നിന്ന് അത് മാറും. അതുപോലെയാണ് ജീവിതം. പിന്നെ കാശ്മീര ശൈവസത്തിൽ പ്രകാശ വിമർശം എന്നൊക്കെ പറയും. പ്രതിബിംബവാദം, വിമർശം എന്ന് പറയുന്ന പ്രകാശത്തിൻ്റെ പ്രതിബിംബമാണെന്നൊക്കെ പറയും. വളരെ ഫിലോസഫിക്കലായിട്ട് അതിനെ പറയും. ശിവാദ്വൈതവാദം എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട്
പറഞ്ഞത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6-ാം ഭാവത്തിൽ 9-ാം ഭാവാധിപൻ നിൽക്കുമ്പം തടസ്സങ്ങളുണ്ടാവും. പക്ഷെ വ്യാഴം അനുകൂലവും കൂടിയായിരുന്നു. എനിക്ക് പകുതി ഗുണമായിരുന്നു. ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനും മൂവർക്കും ഗുണമുണ്ടെങ്കിൽ എനിക്ക് ഭാവത്തിനും ഗുണമുണ്ടായിരുന്നു. ഭാവത്തിൽ ശുഭഗ്രഹ ദൃഷ്ടിയും വേറെ ദോഷങ്ങളൊന്നുമില്ല. പക്ഷേ തൽപ്പതി അവിടെ തന്നെ അംശിച്ചിരിക്കുന്ന ആറിപ്പോയെന്നേ ഉള്ളൂ. പക്ഷേ 10-ൽ അല്ലെങ്കിൽ അതിൻ്റെ കാരഗ്രഹം ശുഭസ്ഥാനത്ത് ബലവാനായിട്ട് വർഗോത്താംശമൊക്കെ ആയിട്ട് അതിൻ്റെ കാരാഗ്രഹം നന്നായിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ആ 6-ൽ പോയേണ്ടതായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ഞാൻ പിന്നെ ഒരുപാട് പേരുടെ ജീവിതം നോക്കിയപ്പം മനസ്സിലായത് ഡെയിലി ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ അനുഭവത്തിലും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഇട്ട എഫേർട്ടിൻ്റെ കാട്ടിലും കൂടുതലൊന്നും എനിക്കങ്ങനെ പ്രകൃതി തന്നിട്ടില്ല. എഫേർട്ട് ഇട്ടില്ലെങ്കിൽ കിട്ടില്ല. ഞാനിടുന്ന എഫേർട്ടിൻ്റെ അത്രയും ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് വളരെ പതുക്കെ ആയിരിക്കും അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഓർഗാനിക് ഗ്രോത്ത് ആയിരിക്കും 9th ഹൗസിലോട് 6th നിന്നാൽ എന്നും അല്ലെങ്കിൽ വ്യാഴം 6-ൽ പോയാൽ ഒക്കെ ഓർഗാനിക് ഗ്രോത്താണ്. ഒരുപാട് എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾ സക്സസ്ഫുൾ ആവത്തുള്ളൂ. ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനെന്ന് പറഞ്ഞാലും 9-ാം ഭാവാധിപൻ മാറിപ്പോവുക, വ്യാഴം മാറിപ്പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട് ഇടണം. ഡെയിലി ലൈഫിലെ റൊട്ടീൻ റെഡിയാക്കണം. എഫേർട്ട് ഇട്ട് ഒരു സമയം കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുന്നത്. മുൻജന്മത്തിൽ രോഗികളെയും ദുർബലരെയും സഹായിച്ചതിൻ്റെ പുണ്യം ഉണ്ടെങ്കിൽ ഈ ജന്മത്തിൽ എത്ര വലിയ രോഗമോ കടമോ വന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് പുറത്തു വരാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ നിങ്ങളുടെ 9-ാം ഭാവാധിപൻ ആരാണ്, അയാൾ 6-ൽ നിന്നാൽ അതിൻ്റെ കാരകത്വമുള്ള വിഷയത്തിലുള്ള രോഗികൾക്ക് കാരണം 9-ാം ഭാവാധിപൻ ചൊവ്വ 6-ലാണ് നിൽക്കുന്നതെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നവർക്ക് അവരെ സഹായിക്കുക, അല്ലെങ്കിൽ സർജറിക്ക് സഹായിക്കുക ഇത്യാദി കാര്യങ്ങൾ. 9-ാം ഭാവാധിപൻ 6-ൽ ശനിയാണെങ്കിൽ വൃദ്ധരെ സഹായിക്കുക, കാല് വയ്യാത്തവരെ സഹായിക്കുക, ആർക്കും അശരണർ ഭിക്ഷക്കാർ ഒരു നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ഒറിജിനലായിട്ടുള്ള ഭിക്ഷക്കാർ, ഇന്നതൊരു കൂലിയാണ് കേട്ടോ, അങ്ങനെയുള്ളവരെ സഹായിക്കുക ഒക്കെയാണ് വേണ്ടത്. അപ്പം ഇതിന് 9-ാം ഭാവാധിപൻ 6-ൽ നിന്നാലുള്ളൊരു കാർമിക് ഡെപ്റ്റൂടെ ഞാൻ പറയാം. കടുത്ത ഹെവി കാർമിക് ഡെപ്റ്റിൻ്റെ സ്ഥാനമാണ് 6th എന്ന് പറയുന്നത്. അപ്പം മുൻജന്മത്തിലെ കടങ്ങൾ വീട്ടാത്തതോ മറ്റുള്ളവരോട് ക്രൂരമായിട്ട് പെരുമാറിയതോ ആയ കർമ്മഫലമാണ് ഈ ജന്മത്തിൽ ശത്രുതയോ തടസ്സങ്ങളോ ആയിട്ട് വരുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ജോലിയിലായാലും ഡെയിലി ലൈഫിലായാലും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. തിരിച്ച് പ്രതീക്ഷിച്ചാൽ നോവും. എല്ലാവരും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ പോലും 9-ാം ഭാവാധിപൻ 6-ൽ നിന്ന് കഴിഞ്ഞാൽ അച്ഛനിൽ നിന്ന് സങ്കടങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അച്ഛൻ സപ്പോർട്ടീവ് ആവില്ല, അല്ലെങ്കിൽ ഗുരു അനുഗ്രഹിക്കും പക്ഷെ ഗുരു സപ്പോർട്ടീവ് ആവണമെന്നില്ല. പക്ഷെ 9-ാം ഭാവം 6-ൽ പോകുമ്പം അതിന് നമ്മൾ നോക്കേണ്ടത് രവി ബലവാനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഓക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ പുള്ളിയുടേതായ വിഷമങ്ങളുണ്ടാവും. പക്ഷേ 9-ാം ഭാവാധിപൻ ഏത് ഗ്രഹമാണെന്ന് നോക്കണം. ഇപ്പോൾ 9-ാം ഭാവാധിപൻ ശനിയാണ് 6-ൽ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ സ്ട്രഗിൾ ചെയ്യുക, കഷ്ടപ്പെടുക, ശനിയുടെ രീതികൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ റൊട്ടീൻ ഡെയിലി ലൈഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആരോടും പ്രതികാരം ചെയ്യാതിരിക്കുക, അനാഥർക്കോ രോഗികൾക്കോ സേവനങ്ങൾ ചെയ്യുക, അഴിമതിയൊന്നും ചെയ്യാതിരിക്കുക, വിട്ടു നിൽക്കുക. 9-ാം ഭാവത്തിൻ്റെ കാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം തേടുക. 9-ാം ഭാവത്തിൻ്റെ മറ്റൊരു എന്ന ഗുരുവിൻ്റെയും പ്രകൃതിയുടെയും അനുഗ്രഹം തേടി മുന്നോട്ട് പോവാൻ നോക്കുക. ഇത്രയൊക്കെയാണ് 9-ാം ഭാവാധിപൻ 6-ൽ നിന്നാലുള്ള ഫലം. ഇനി 9-ാം ഭാവാധിപൻ 7-ൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചൊന്ന് നോക്കാം. നമുക്ക് വേഗം നോക്കിപ്പോവാം. 9-ാം ഭാവാധിപൻ 7-ൽ നിന്നാൽ ഭാഗ്യേശൻ കളത്രഭാവത്തിൽ നിന്നാലുള്ള ഫലം. ഭാഗ്യേശേ സപ്തമേ തസ്യ പത്നി സത്യവതി സതി സുശീല സുവിനേദോ ച ജായതേ പതിപോഷക. അതായത് ഭാഗ്യേശൻ 7-ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ്റെ പങ്കാളിക്ക് അങ്ങേയറ്റം സത്യസന്ധതയും അനുഗ്രഹവും ഉണ്ടാവാം. ബലവാനാണെങ്കിൽ വ്യാഴം അനുഗ്രഹിച്ചാൽ, അതുകൂടെ പറയണമല്ലോ, സദ്ഗുണസമ്പന്നയും
വിനയമുള്ളവളും കുടുംബത്തിൻ്റെ ഉന്നതിക്കായിട്ട് ജീവിക്കുന്നവളും ആയിരിക്കും. അങ്ങനെ അല്ലാതെ ഞാൻ കണ്ടിട്ടുമുണ്ട്, അതും പറയാമല്ലോ. കന്നി രാശിക്ക് 9ാം ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ 7ൽ ഉച്ചനായിട്ട് നിന്ന് ഒരാളുടെ ജാതകത്തിൽ, അത് ലഗ്നാധിപനായ ബുധൻ്റെ നക്ഷത്രത്തിലും കൂടിയാണ് നിൽക്കുന്നത്, രേവതിയിൽ. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വന്ന് വൈഫ് പോവുകയും ഇദ്ദേഹത്തിന് 2-3 കല്യാണങ്ങൾ ആവർത്തിക്കുകയും ചെയ്തതായിട്ടുള്ളൊരു അനുഭവം ഉണ്ട്. അപ്പോൾ ആ കാരകോ ഭാവനാശക എന്ന പ്രമാണവും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ലഗ്നാധിപതിയുടെ നീചസ്ഥാനത്ത് വ്യാഴം വന്നതിൻ്റെ, ശുക്രൻ വന്നതിൻ്റെ ഫലവും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഭാഗ്യേശൻ 7ാം ഭാവത്തിൽ നിന്നാലെന്നുള്ള ഒരൊറ്റ കാര്യം പറയുമ്പോൾ എളുപ്പമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മറ്റുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എൻജിനീയറിങ്ങോ മെഡിസിനോ ഒക്കെ പഠിക്കാൻ എളുപ്പം. പക്ഷേ ഇത് ഒന്ന് ആണെന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയുന്ന വേറെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതത്രയും നിരീക്ഷിക്കണം. അപ്പം ഇവിടെ ഭാഗ്യേശൻ 7ാം ഭാവത്തിൽ നിന്ന് ജാതകൻ്റെ പങ്കാളി അങ്ങേയറ്റം സത്യസന്ധതയുള്ളവളും നല്ല സത്യസന്ധതയുള്ളവനും സദ്ഗുണസമ്പന്നനും വിനയമുള്ളവനും കുടുംബത്തിൻ്റെ ഉന്നതിക്കായിട്ട് ജീവിക്കുന്നവളും ആയിരിക്കും എന്നുള്ള ഫലമാണ് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ അതല്ല എന്നുള്ളതിൻ്റെ ഒരു എല്ലാം അങ്ങനെയല്ല എന്നാൽ അങ്ങനെ ഉള്ളതുമുണ്ട്, എല്ലാം അങ്ങനെയല്ല എന്നുള്ളതിനാണ് ഞാൻ മുമ്പേ ആ ഒരു ഫലം പറഞ്ഞത്. അപ്പോൾ വിവാഹശേഷം ഭാഗ്യോദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഫോർച്യൂൺ ആഫ്റ്റർ മാരേജ്, കല്യാണത്തിന് ശേഷം നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പങ്കാളിയിലൂടെയോ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിലൂടെയോ ഇവരുടെ ജീവിതം മറിയും എന്നുള്ളതാണ്. അപ്പോൾ വിദേശ യാത്രകൾക്കും വിദേശത്ത് പോകാനും വിദേശത്തിൽ ബിസിനസ് ചെയ്യുന്നതിനും ഈ സ്ഥാനം വളരെ അനുകൂലമാണെന്ന് ആൾക്കാർ പറയുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും നല്ലതാണ്. ഇതിന് ഒരു പ്രധാനം എന്ന് പറയുന്നത് മുൻജന്മത്തിൽ ഗുരുവിനെ പോലൊരാളിനെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ കിട്ടണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ ഒരു ഇതും, അതുപോലെ മുൻജന്മത്തിൽ പങ്കാളിയോട് കാണിച്ച വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും പ്രതിഫലമായിട്ട് ഭാഗ്യവാനായ ഒരു പങ്കാളിയെ കിട്ടാനും, അതുപോലെ തന്നെ മുൻജന്മത്തിൽ ഋഷിതുല്യനായിട്ടോ അല്ലെ യോഗിനി തുല്യയായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കണം എന്ന് അല്ലെങ്കിൽ ആഗ്രഹിച്ച അതിൻ്റെ കഠിനമായ ആഗ്രഹത്തിൻ്റെയും അതിൻ്റെ ശ്രമത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ അതിൻ്റെ കടമകൾ പൂർത്തീകരിക്കാനും പൂർണ്ണമായി തീർക്കാനും ഈ ജന്മത്തിൽ പങ്കാളിയെ അമിതമായിട്ട് ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും. ഇമോഷണൽ ഡിപ്പെൻഡൻസി, ഒരാൾക്കൊരാളില്ലാതെ പറ്റാത്തൊരവസ്ഥ. ഈ പറയുന്ന പോലെ വാശി ഉണ്ടാവില്ല, വലിയ വൈരാഗ്യങ്ങളുണ്ടാവില്ല, ഞാനിത് ചെയ്താൽ നീ ഇത് ചെയ്യണം, ഇക്വാലിറ്റിയെക്കുറിച്ച് വാദിക്കില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കാണുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ തന്നെ വളരെ സന്തോഷമായിട്ട് പോകുന്ന ഒരവസ്ഥ. തമ്മിത്തല്ലുണ്ടാവില്ല, മത്സരങ്ങളുണ്ടാവില്ല. വളരെ ഡീപ്പ് റൂട്ടഡായിട്ട് പ്ലാൻ ചെയ്യുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ ഡ്രാമാസോ ഗെയിമിങ്ങുകളോ ഒന്നും ഉണ്ടാവില്ല. പ്യുവർലി സ്പിരിച്വൽ ആൻഡ് കണ്ടൻമെൻ്റ് ആയിരിക്കും. സിറ്റുവേഷനിൽ വളരെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് പോകാൻ ഒരു ഉണ്ടാവും. ഇതാ 9ാം ഭാവാധിപനും വ്യാഴവും 9 വ്യാഴം നിൽക്കുക, 9ാം ഭാവാധിപൻ 7ൽ വരിക, അതിന് മറ്റ് പാപബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല അനുഭവമാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കല്യാണത്തിന് ശേഷം ഭാഗ്യമുണ്ടാവാനുമൊക്കെയുള്ള യോഗമാണ്. അപ്പം ഈ ഒരു ജാതകം എന്ന് പറയുന്നത് 12 ഭാവങ്ങളാണ്, 9 ഗ്രഹങ്ങളും അതിൻ്റെ 27 നക്ഷത്രങ്ങളും ദശയും അപഹാരങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി വേണം അവസാനം അത് തീരുമാനിക്കാൻ. അപ്പം അതുകൊണ്ട് ദയവായിട്ട് അതും കൂടെ ചിന്തിച്ചിട്ട് വേണം ഫലം ഫൈനലൈസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് 9ാം ഭാവാധിപൻ 8ൽ നിന്നാലുള്ള ഫലമാണ്. അതടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.